നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ഭിക്ഷാം ദേഹി, ഭിക്ഷാം ദേഹി, ഭിക്ഷാം ദേഹി. അയ്യോ, എന്റെ കയ്യില് ഒന്നുമില്ലല്ലോ ഇപ്പോ. സാരമില്ല, കുഞ്ഞു വലിയ സങ്കടത്തിലാണെന്ന് തോന്നുന്നു. എന്താ മോളെ മോളുടെ മനസ്സിനെ അലട്ടുന്നത്? അത് എന്താ എന്നോട് പറയുന്നതിൽ വിരോധമുണ്ടോ? പ്രയാസം എന്താണെന്ന് അറിഞ്ഞാൽ ചിലപ്പോ ചില പരിഹാരങ്ങൾ എനിക്ക് ഉപദേശിക്കാൻ സാധിച്ചു എന്ന് വരും. അത് പറഞ്ഞോളൂ. മലമുകളിലെ ശ്രീകണ്ഠേശ്വര ക്ഷേത്രം ഇല്ലേ, താലിഭാഗ്യം കാക്കുന്ന ക്ഷേത്രമാണെന്നറിഞ്ഞ് കഴിഞ്ഞ ദിവസം ഞാൻ ആ നേർച്ച നിറവേറ്റാനായി അവിടെ പോയിരുന്നു. അവിടെ വച്ച് ഭഗവാന്റെ മുന്നിൽ പ്രാർത്ഥിച്ച് തേങ്ങ ഉടയ്ക്കുന്ന സമയത്ത് മഹാദേവാ, നിന്റെ നെറ്റിയിലെ ഈ സീമന്തരേഖയിലെ കുങ്കുമം മായാതിരിക്കാൻ നീ എന്ത് മരുന്നാണ് പുരട്ടാൻ പോകുന്നത്? നീ വിധവയാകും. നിന്റെ ഭർത്താവിനെ നീ തന്നെ കൊല്ലും. എന്റെ കൈകൊണ്ട് എന്റെ ഭർത്താവ് മരിക്കുമെന്നും താലിഭാഗ്യം നശിക്കുമെന്നും ആഘോരസ്വാമികൾ പറഞ്ഞതിനു ശേഷം എനിക്ക് ഒരു സമാധാനവും ഇല്ലമ്മ. അതിനുശേഷം വിശാൽ സാറിന് ഒരുപാട് അപകടങ്ങൾ ഉണ്ടായി. അതിൽ നിന്നെല്ലാം തലനാരിഴയ്ക്ക സാറ് രക്ഷപ്പെട്ടത്. അതൊക്കെ കണ്ടപ്പോ എനിക്ക് പേടി കൂടി വരിക. എന്ത് ചെയ്യണോന്ന് എനിക്കറിയില്ല. ഈ ദോഷങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് പരിഹാരമാ ചെയ്യേണ്ടെന്നും എനിക്കറിയില്ല. മോളെ, മോക്കിപ്പോ വളരെ മോശ സമയമാണ്. അതുകൊണ്ടാണ് മനസ്സിനെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നത്. മോള് സമാധാനിക്ക്. ഇതിനൊരു പരിഹാരം ഞാൻ പറഞ്ഞു തരാം. മോള് കാവി ഉടുത്ത് ഓരോരുത്തരിൽ നിന്നും ഓരോ രൂപ വെച്ച് ഭിക്ഷയാചിച്ച് 101 രൂപയാക്കണം. എന്നിട്ട് ആ 101 രൂപ കൊണ്ട് അരി വാങ്ങി അതുകൊണ്ട് പൊങ്കാല വെച്ച് ദേവിക്ക് കാഴ്ചവെക്കണം. അതിനുശേഷം നീയും നിന്റെ പുരുഷനും കൂടി ആ പൊങ്കാല ഒരുമിച്ച് ഒരേ പാത്രത്തിലിരുന്ന് കഴിക്കണം. പക്ഷേ അതാരും തടസ്സപ്പെടുത്താൻ പാടില്ല. യാതൊരു തടസ്സവും ഇല്ലാതെ ഈ നേർച്ച പൂർത്തിയാക്കിയാൽ എല്ലാ ആപത്തുകൾക്കും പരിഹാരമാവും. ഞാൻ ചെയ്യാം. എത്ര കഠിനമായ പരിഹാര മാർഗങ്ങളാണെങ്കിലും ഞാൻ ചെയ്യാൻ തയ്യാറാ. പക്ഷേ അതുകൊണ്ട് പ്രയോജനമില്ലെങ്കിൽ? ആദ്യം വേണ്ടത് വിശ്വാസമാണ്. വിശ്വാസത്തോടെ ഞാൻ പറഞ്ഞ നേർച്ച പൂർത്തിയാക്കൂ. ഫലം താനേ വരും. അമ്മ അനുഗ്രഹിക്കട്ടെ. അമ്മേ നാരായണ. ആന്റി, അത് അവിടല്ലേ പാർവതി? ചേട്ടാ, വണ്ടി നിർത്തേ. അവിടെ ഇവളെന്തായി കാണിക്കുന്നേ?
ഇവളെന്തിനാ പിച്ച തട്ടുന്നേ? ഒരു കാവടിയുടെ കുറവുകൂടി ഉണ്ടായിരുന്നുള്ളൂ. ഓരോരോ ഭ്രാന്ത്. അല്ലാതെ എന്ത് പറയാനാ? ഇനി പളനി പോയി തല മൊട്ടയടിച്ചിട്ട് വരുവോ? കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ളൊരു വീട്ടിലെ മരുമോളാ ഈ കൂത്ത് കാണിക്കുന്നേ. ചേട്ടാ, 1 രൂപ ഭിക്ഷ. അത് മാത്രോ? ഗായത്രി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ചെയർപേഴ്സണും. അയ്യോ, ഇവളേതായാലും കുടുംബത്തിന് അപമാനം വരുത്തി വെക്കും. ഓ, ഇനി വരുത്തി വെക്കാൻ എന്തിരിക്കുന്നു? ഇപ്പൊ തന്നെ കുടുംബത്തിന്റെ മാനം കപ്പല് കേറിയില്ലേ? അയ്യോ, ആ, ഏതായാലേ വല്ലഭന് പുല്ലും ആയുധെന്ന് പറയുന്ന പോലെ ഇത് നമുക്കൊരു ആയുധമാക്കാം. ഇവള് പിച്ചെടുക്കുന്ന ഒരു വീഡിയോ കയ്യിലിരിക്കുന്നത് നല്ലതാ. അത് വെച്ച് നമുക്ക് ഇവക്കിട്ടൊരു മുട്ടും പണി കൊടുക്കാം. നിന്റെ ബുദ്ധി റോക്കറ്റ് ആണല്ലോ ജാസ്മിൻ. എടുക്ക്. ഒന്ന് സൂം ചെയ്തേ. പോ പോ. ചേട്ടാ, വണ്ടി എടുത്തോ. ആ ശരി. എന്റെ ഉദയനൂരമ്മ ഭിക്ഷ യാചിച്ചു കിട്ടിയ 101 രൂപ കൊണ്ട് വാങ്ങിയ അരി കൊണ്ട് ഞാൻ അമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കുക. അമ്മ എന്റെ ഈ പൊങ്കാല നിവേദ്യം സ്വീകരിച്ച് എന്റെ വിശാൽ സാറിനെ സകല ആപത്തുകളിൽ നിന്നും രക്ഷിക്കണം. അദ്ദേഹത്തിന്റെ ജീവനെ കാത്തുകൊള്ളണേ ദേവി. മോള് കാവി ഉടുത്ത് ഓരോരുത്തരിൽ നിന്നും ഓരോ രൂപ വെച്ച് ഭിക്ഷ യാചിച്ച് 101 രൂപയാക്കണം. എന്നിട്ട് ആ 101 രൂപ കൊണ്ട് അരി വാങ്ങി അതുകൊണ്ട് പൊങ്കാല വെച്ച് ദേവിക്ക് കാഴ്ചവെക്കണം. അതിനുശേഷം നീയും നിന്റെ പുരുഷനും കൂടി ആ പൊങ്കാല ഒരുമിച്ച് ഒരേ പാത്രത്തിലിരുന്ന് കഴിക്കണം. പക്ഷേ അതാരും തടസ്സപ്പെടുത്താൻ പാടില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.